ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്നതിന് ശേഷം ചില സങ്കടകരമായ കാഴ്ചകൾ കൂടിയുണ്ട്. ജോസഫ് വാഴക്കൻ അദ്ദേഹത്തിൻ്റെ നിരാശ നേരത്തെ നമ്മളോട് പ്രകടിപ്പിച്ചതാണ്. അതിൻ്റെ കാരണം കൂടി പറയാം. അതായത് ഒരുപാട് ഫ്ലക്സുകളാണ് അടിച്ചത്, അതെല്ലാം വെറുതെ ആയിപ്പോയി. ഫ്ലക്സും പോസ്റ്ററും ഒക്കെ അടിച്ചിരുന്നു. 500ഓളം ഫ്ലക്സ് ബോർഡുകൾ ആദ്യഘട്ടത്തിൽ വാഴക്കൻ തയ്യാറാക്കുകയും ചെയ്തു. ഏറ്റുമാനൂരിലെ UDF സ്ഥാനാർത്ഥിയാകും എന്ന നിലയിലാണ്, ഉറച്ച പ്രതീക്ഷയോടെയാണ് അദ്ദേഹം ഈ ജോലികളൊക്കെ ചെയ്തത്. പക്ഷേ എല്ലാം വെറുതെയായ അവസ്ഥയായിപ്പോയി. ഷിനോജ് വിവരങ്ങളുമായിട്ടുണ്ട്. ഷിനോജ് രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടു. വളരെ ഇത്രയും ഫ്ലക്സൊക്കെ അടിക്കണം, ഇത്രയും പ്രചാരണ സാമഗ്രികളൊക്കെ ഒരുക്കണമെങ്കിൽ എത്ര രൂപ ചിലവായിട്ടുണ്ടാകുമെന്ന് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിനാണ് സീറ്റില്ലാതെ പോയത്. അപ്പോൾ ഒരു ചെറിയ തോതിൽ പറഞ്ഞ ഒരു മര്യാദകേടാണ്. കാരണം ഇങ്ങനെ ഒരു വളരെ സജീവമായി നിന്നൊരു നേതാവിനെ, ആളുകൾക്കൊക്കെ അത്യാവശ്യം അറിയാവുന്ന ഒരു നേതാവിനെ ഇങ്ങനെയൊരു വേഷം കെട്ടിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതായിരുന്നു. ദിവിഷെ, ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ തന്നെ കളം പിടിക്കുക എന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ആ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ പോലും അത് കാര്യമായി തന്നെ ബാധിക്കാറുമുണ്ട്. അങ്ങനെ പട്ടിക ഏത് നിമിഷം പ്രഖ്യാപിച്ചാൽ പോലും അത് ഹൈക്കമാൻഡ് ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ആ സമയം മുതൽ തന്നെ കളം നിറയാൻ വേണ്ടിയാണ് ജോസഫ് വാഴക്കൻ ഇത്തരത്തിൽ 500ഓളം ഫ്ലക്സുകളും ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ പോസ്റ്ററുകളും ഒക്കെ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചത്. 2 ദിവസമായിട്ട് അതിന് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ പ്രഖ്യാപനം വരുന്നതിന് മുൻപ്, അതായത് മെനിഞ്ഞാന്ന് ഏറ്റുമാനൂർ മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ചേർത്ത് ഒരു 250 പേരുടെ ഒരു കമ്മിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട വാഴക്കൻ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലെ പരിപാടികളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ജോസഫ് വാഴക്കൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് പട്ടികയിൽ നിന്ന് പേരില്ലാതെ പോകുന്നതും. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെയധികം അതൃപ്തി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെയും നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ ജോസഫ് വാഴക്കൻ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് പോയ പേരിൽ ഏറ്റുമാനൂർ സീറ്റിൽ ഒറ്റ പേര് മാത്രമേ ഉണ്ടായിരുന്നു, അത് അദ്ദേഹത്തിൻ്റെ പേരാണ്. പിന്നീട് എങ്ങനെ ഇത്തരത്തിൽ സംഭവിച്ചു എന്ന് അറിയില്ല. ചില നേതാക്കളുടെയൊക്കെ തന്നെ താല്പര്യങ്ങൾ ഈ വെട്ടിമാറ്റലുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെ ജോസഫ് വാഴക്കൻ പറയുന്നുണ്ട്. എന്തായാലും 500ഓളം ഫ്ലക്സും ഒപ്പം ഈ 2000ഓളം പോസ്റ്റർ എന്ന് പറയുമ്പോൾ ഇത്രത്തോളം സാമ്പത്തിക ചെലവ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത്തരത്തിൽ അതിൻ്റെ കൂടി നിരാശ ജോസഫ് വാഴക്കനുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യഘട്ടത്തിൽ കളം നിറയുന്നതിന് വേണ്ടിയാണ് ജോസഫ് വാഴക്കൻ ഒരു മുഴുവൻ മുൻപേ ഇത്തരത്തിലുള്ള ആദ്യഘട്ടത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു വെച്ചത്. പക്ഷേ വലിയ നിരാശയാണ് ജോസഫ് വാഴക്കൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത്രയും മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ട് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കുന്ന നിരാശയുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം നേരത്തെ പ്രകടിപ്പിച്ചു. പക്ഷേ പാർട്ടിക്കൊപ്പം തന്നെയാണ്, പാർട്ടി പറയുന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകും. പക്ഷേ നിരാശയും വേദനയും ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. നമുക്ക് മനുഷ്യസഹജമായ വികാരങ്ങൾ കൂടിയാണ്. അത്ര വലിയൊരു പ്രതീക്ഷിച്ചിരുന്നിട്ട് അത് സംഭവിക്കാതെ പോകുമ്പോഴുണ്ടാകുന്ന നിരാശ. നാട്ടകം സുരേഷാണ് ഏറ്റുമാനൂരിൽ ജോസഫ് വാഴക്കന് പകരം അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുകയും ചെയ്യുന്നത്. ഷിനോജ്.